പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത്. അവധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ സർക്കാർ ജോലിയുള്ള അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജോലിയുള്ള ആളുകളെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, നാളെയാണ് അവധി ബാധകമായിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉത്സവ സീസണുകളാണ്. പലയിടങ്ങളിലും പ്രാദേശികമായിട്ടുള്ള അവധികൾ പൂർണ്ണ അളവിൽ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. പല ജില്ലകളിലും 1-2 പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ 1-2 നഗരസഭകളിലോ ഒക്കെ കൂടുതലായിട്ട് അവധി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഉത്സവ സീസണാണ് നമ്മൾ പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിലാണ് പല ജില്ലകളിലും അവധി കൂടുതലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ജില്ലകളിലും പ്രാദേശിക അവധിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാളെ, അതായത് 3/3/2026 നാളെ പ്രാദേശികമായിട്ട് ഒരു ജില്ലയിൽ പൂർണ്ണമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാലയാണ് നാളെ, നമുക്കറിയാം. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല ജില്ലകളിൽ നിന്നും ആളുകൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ തന്നെ നഗരങ്ങളിലൊക്കെ വലിയ രീതിയിൽ തന്നെയുള്ള ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആറ്റുകാൽ പൊങ്കാല ദിവസമായ 2026 മാർച്ച് 3 അതായത് ചൊവ്വാഴ്ച തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രാദേശികമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ആ ഒരു ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ പൂർണ്ണമായിട്ടും അവധി ബാധകമാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് ഒരു ജില്ലകളിലും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പല വിദ്യാർത്ഥി സുഹൃത്തുക്കളും നമ്മളോട് നേരിട്ട് വാട്സപ്പിലൊക്കെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റേതെങ്കിലും ജില്ലകളിൽ അവധി ഉണ്ടോ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു ജില്ലകളിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ഇതുപോലെയുള്ള സമയത്ത് പ്രാദേശികമായിട്ടുള്ള അവധിയാണ് സാധാരണ രീതിയിലുണ്ടാകുക. അത് നാളെ ഈ ഒരു 23 പ്രാദേശികമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ പൂർണ്ണമായിട്ടും അവധിയായിരിക്കും. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്.